നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിയർപ്പൊഴുക്കാതെ അധ്വാനിക്കാതെ വെറുതെ കുത്തിയിരുന്ന് പുട്ടടിക്കുന്നവർക്കും ഉളുപ്പില്ലാതെ വെട്ടിവിഴുകുന്നവർക്കും ഇത് ബാധകമാണ്. ഭാര്യ വീട്ടിലെ ആഹാരം മരുമോൻ കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അച്ചി വീട്ടിലെ ഇരന്ന് കഴിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. മോൻ ഇതൊന്നും കാര്യാക്കണ്ട. രണ്ടുപേരും ഭയങ്കര തമാശക്കാരാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കും. മോൻ കഴിക്കും. അയ്യോ, ദേമോൾക്ക് നല്ല വിശപ്പുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് മുറിയിലിരുന്ന് കഴിച്ചോളാം. എന്നാ മോള് നിക്ക്. ഇതെന്തായാലും പൊളിച്ചു. സാരമില്ല, ഒന്നിച്ചിരുന്ന് സദ്യ ഉണ്ണാനാവും യോഗം. നീ 24 മണിക്കൂറും ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഒന്നും പഠിക്കാനില്ലേ നിനക്ക്? എടാ പൊട്ടാ, നിന്നോടാ ചോദിച്ചേ, പഠിക്കാനൊന്നുമില്ലെന്ന്. എല്ലാം പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഇനി കുറച്ചേരം കളിച്ചോട്ടെ. അതേ, ഞാനേ കൊറേ പണം ഉണ്ടാക്കി വച്ചിരിക്കുന്നതേ നിന്റെ കണ്ണി പെട്ടിട്ടുണ്ട്. അതിന്റെ അഹങ്കാര നിനക്ക്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണമെല്ലാം നിനക്ക് വേണ്ടിട്ടാണെന്നുള്ള ധാരണയുണ്ട് നിനക്ക്. അങ്ങനെയൊന്നുമില്ല അച്ഛാ, പണമില്ലേ. വല്ല കള്ളന്മാരും വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ആർക്കറിയാം. നിർത്തറ, കരുനാക്കെടുത്ത് വളച്ചേക്കരുത് നീയ്. ഞാൻ എന്റെ അച്ഛനമ്മമാരോട് കാണിക്കുന്ന ആത്മാർത്ഥത പോലും നിനക്കെന്നോടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാശ് പോലും നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിലേ നീ തന്നെ പഠിച്ച് ജീവിക്കാനുള്ള പണം ഉണ്ടാക്ക്. അല്ലാതെ ഈ അച്ഛനെ നോക്കിയിട്ടേ ഒരു കാര്യമില്ല. മനസ്സിലാടാ? ആരോട് പറയാനാണ്? അച്ഛന്റെ മൊബൈലില് ആരോ 5000 രൂപ ഇട്ടിട്ടുണ്ടെന്ന മെസ്സേജ്. ആരാ അച്ഛ 5000 രൂപ ഇട്ടിരിക്കുന്നേ? അത് പിന്നെ ഒരു സുഹൃത്ത് എന്നോട് 5000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അയാളിട്ട കാശായിരിക്കും ഇത്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? പോയേ, നീ താടാ, പോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.